9 ദിവസം ഈ നിഷ്കളങ്കരായ നിരപരാധികളായ കന്യാസ്ത്രീകളെ ജയിലിലിട്ടതിന് കേരളം അവരോട് മാപ്പ് നൽകില്ല. ഇന്ത്യ മാപ്പ് നൽകില്ല. ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഒരാൾ പോലും BJPക്ക് മാപ്പ് നൽകില്ല. ഇതിനുവേണ്ടി ആത്മാർത്ഥമായ ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞ വാക്ക് പാലിച്ചു എന്നുള്ളതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ കാര്യമായ ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടവരുമായുള്ള സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഈ വിഷയത്തിൽ എടുത്ത നിലപാടിനെ ഞങ്ങൾ അങ്ങേയറ്റം ശ്ലാഘിക്കുന്നു. അതിനെ ആദരവോടെ നോക്കിക്കാണുന്നു. ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ, അതുപോലെ തന്നെ ഇപ്പോൾ ഈ സിസ്റ്റേഴ്സിന്റെ മേല് അന്യായമായി ചാർത്തപ്പെട്ടിട്ടുള്ള വകുപ്പുകൾ പിൻവലിച്ച് അവരെ സ്വതന്ത്രരാക്കാനുമുള്ള കേസ് പിൻവലിക്കാനുമുള്ള നടപടിക്രമങ്ങൾ കൂടി സർക്കാർ ശ്രദ്ധാപൂർവം നിറവേറ്റണം എന്നുള്ള ആവശ്യം. ഇത് സഭയ്ക്ക് നമ്മൾ ചെയ്യുന്ന സേവനമല്ലല്ലോ, ഇത് ഭരണഘടനയ്ക്ക് നമ്മൾ ചെയ്യുന്ന സേവനമല്ലേ, നീതിന്യായത്തിന് വേണ്ടി ചെയ്യുന്നതല്ലേ, ന്യായത്തിന് വേണ്ടി ചെയ്യുന്നതല്ലേ, അല്ല സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യുന്നത്. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ ഈ പ്രതിഷേധം കാരണമാണ് ജാമ്യം അല്ല ഒരു സെക്കൻഡ്, ഈ പ്രതിഷേധം കാരണമാണല്ലോ അവരെപ്പോഴും ജയിലിലാക്കി. ഈ പ്രതിഷേധക്കാർ മാത്രമല്ല, ഇങ്ങനെയൊരു പ്രതിഷേധം വന്നില്ലായിരുന്നു, അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ 2 സിസ്റ്റേഴ്സ് ജയിലിൽ കിടക്കുന്നുണ്ടോ എന്ന് നിങ്ങളും ഞാനും അറിയില്ല. കേന്ദ്രമന്ത്രിമാരുടെ ഇടപെടലുകളോ 2 കേന്ദ്രമന്ത്രിമാർ എന്തിനാണ് അവർ സത്യപ്രതിജ്ഞ ചെയ്ത് എങ്ങനെയാണ് ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നതല്ലേ? കണ്ടല്ലോ കേരളത്തിൽ അതിന്റെ റിയാക്ഷൻ കണ്ടല്ലേ? യഥാർത്ഥത്തില് ജോർജ് കുര്യനും സുരേഷ് ഗോപിയും അവർ ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാൻ പാടില്ല. ഒരു നിമിഷം പോലും. കേരളത്തിനോട് സ്നേഹമുണ്ടെങ്കിൽ, കേരളത്തിനോടല്ല ഭരണഘടനയോട് സ്നേഹമുണ്ടെങ്കിൽ കത്തോലിക്ക സഭയുടെ പേര് പറഞ്ഞ് ക്രൈസ്തവ നാമം ഉപയോഗിച്ച് മന്ത്രിയായാലാണ് ജോർജ് കുര്യൻ. വേറെ ഒന്നുമല്ല, അയാൾ കത്തോലിക്കനാണെന്ന് പറഞ്ഞിട്ട് ആ ചെലവിൽ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് മന്ത്രിയായാലാണ് ജോർജ് കുര്യൻ. അവര് ഈ BJP നേതാക്കൾ ഇവിടെ വന്നല്ലോ, ഇത് പള്ളിയൊക്കെ ഉണ്ട്, ഒന്ന് കയറി ഒന്ന് കുമ്പസാരിച്ചിട്ട് പോണം അവർ. അതായത് അവർ ചെയ്ത പാപത്തിന് ഒരു പ്രാശ്ചിത്തം എന്താന്നുള്ളത്. ഇതിനുവേണ്ടി ആത്മാർത്ഥമായ ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞ വാക്ക് പാലിച്ചു എന്നുള്ളതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കാര്യമായ ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടവരുമായുള്ള സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഈ വിഷയത്തിൽ എടുത്ത നിലപാടിനെ ഞങ്ങൾ അങ്ങേയറ്റം ശ്ലാഘിക്കുന്നു. അതിനെ ആദരവോടെ നോക്കിക്കാണുന്നു.